ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഒരു വർഷത്തിനുള്ളിൽ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾ പഠനകാര്യത്തിലായാലും നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം തകർന്നു എന്ന് വിളിച്ചു പറഞ്ഞത് MT ഹരിദാസോ അനിൽ നമ്പ്യാരോ അല്ല. അതായത് കൃത്രിമമായിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ജോലി തേടാൻ ശ്രമിക്കുക, ഒരു വാഴക്കുല എന്ന് പറയുന്ന ഒരു കവിത എഴുതിയ കവിയുടെ പേര് പോലും തെറ്റിച്ചെഴുതിക്കൊണ്ട് PhD നേടിയ ഒരു വനിതയുടെ പൂച്ചു പുറത്തേക്ക് വരിക, ഒരു അഖിൽ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനും പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനുമുള്ള ഏർപ്പാട് ചെയ്തു കൊടുക്കുക, എല്ലാം പിടിക്കപ്പെട്ടപ്പോ അത് ആ വ്യക്തിയിൽ ചുമത്തിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ഇവർ അറിഞ്ഞുകൊണ്ട്, ഇവരുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഈ അഖിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യത്തിലെ ജില്ലാ സെക്രട്ടറിയുടെ പങ്കിനെ കുറിച്ചിട്ട് വാർത്തകൾ പുറത്തു വന്നെങ്കിലും അതൊക്കെ അമുക്കി വെക്കാൻ അവർക്ക് സാധിച്ചു. ഇനി ഇതിന്റെ ഇടയിൽ കയറിയിട്ട് നമുക്ക് ഈ പ്രതിപക്ഷത്തെ കുറിച്ച് പറയാതിരിക്കാൻ നിർത്തിയില്ല. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കതിന് പറയാനുള്ളത് നെഹ്റു പറഞ്ഞിരിക്കുന്ന അതേ വാക്ക് തന്നെയാണ്. നല്ലൊരു പ്രതിപക്ഷം ഇല്ലാത്തിടത്ത് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഭരണകക്ഷിക്കാവില്ല. അത്തരത്തിൽ നോക്കിയാൽ ഇവിടുത്തെ പ്രതിപക്ഷം അങ്ങേയറ്റം ദുർബലമാണ്. പ്രതിപക്ഷം കഴിഞ്ഞാൽ നിൽക്കേണ്ട BJPയും ഈ കാര്യത്തിൽ, ഈ സർക്കാരിനെതിരെ ചെയ്യേണ്ട സമരങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ദുർബലമാണ്. പേരിനൊരു സമരം നടത്തിയതിന്റെ പിറ്റേ ദിവസം ഒരു പത്രത്തിലെ ഫോട്ടോ വരത്തക്ക തോതിലുള്ള എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചാനലുകളിൽ മറ്റേ ജലപീരികയ്ക്ക് മുമ്പിൽ ചാടുന്ന കുറെ ചിത്രങ്ങൾ, കുറെ ക്ലിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിഫലം അങ്ങേയറ്റം ദുർബലമാണെന്ന് സുധാകരൻ പറഞ്ഞു. KPCC പ്രസിഡന്റാണ്. ഇവിടെ വന്ന കനകോകുലു എന്ന വ്യക്തി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒക്കറ്റിനും അപ്പുറം കേരളത്തിലെ വലിയൊരു ജനവിഭാഗം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതാണ് VM സുധീരനെ പോലുള്ള ഒരു വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന്. എന്റെ കാര്യമല്ല പറയുന്നത്, വലിയൊരു ജനവിഭാഗം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം കൊണ്ടു നടക്കുന്ന മുഖംമൂടിയാണ് അതിന് കാരണമെങ്കിൽ പോലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എന്താ, വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ എന്താ? പ്രതിപക്ഷം അങ്ങേയറ്റം ദുർബലമാണ് എന്ന് മാത്രമല്ല ഇവിടുത്തെ പാർട്ടി നേതൃത്വവും അതിലെ അങ്ങേയറ്റം ദുർബലമാണെന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു ഭരണം നടക്കുന്ന സംസ്ഥാനത്തിൽ നിന്നും ഒരു മോചനം നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് പിന്നെ എന്താണ് ഒരു വഴിയുള്ളത്? ഈ പ്രതിപക്ഷം നാളെ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇലക്ഷനെ നേരിടുമെന്നും ആ ഇലക്ഷനിൽ ഇന്നത്തെ പ്രതിപക്ഷം ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഈ ഭരണത്തെ പിടിച്ചെടുക്കുമെന്നുള്ള പ്രതീക്ഷയുള്ള കേരളത്തിലെ, ഞാനിപ്പോ താങ്കളോട് സംസാരിക്കുന്ന ശ്രീ അനിൽ നമ്പ്യാർ, ഇരിങ്ങാലക്കുട എന്റെ മകന്റെ ഭാര്യ വീട്ടിലിരുന്നു കൊണ്ടാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ കുറെ ബന്ധുക്കൾ വന്നു, എല്ലാവരും വന്നു, അങ്ങനെ ഞങ്ങൾ ഒരു പാർട്ടിയൊക്കെ നടത്തിയ അതിന്റെ ഇടയിൽ നിന്നാണ് ഞാൻ ഈ വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും പറയുന്നത് ഭരണപക്ഷത്തെക്കാൾ ദുർബലമാണ്. ആ പറഞ്ഞതിലെ ഇരിങ്ങാലക്കുടയിലത്തെ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ കൂടി ഉണ്ട് എന്ന് പറയുമ്പോഴാണ് എന്നെ പോലുള്ളവർക്കൊക്കെ അങ്ങേയറ്റം ആശങ്കയുണ്ടാകുന്നത് എന്ന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടുത്തെ ആരോഗ്യ മേഖല നമ്പർ 1 കേരളം, ആരോഗ്യസ്ഥിതിയിൽ നമ്പർ 1 കേരളം എന്ന് ഉദ്ഘോഷിക്കുന്ന ഈ നമ്മുടെ കേരളത്തിൽ ചികിത്സ നേടാൻ ഇപ്പോ മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ അങ്ങേയറ്റം പരിഹസിച്ച വ്യക്തി ഇപ്പൊ ഇന്നലെ പെട്ടിയെടുത്തിട്ട് മയോ ക്ലിനിക്കിലേക്ക് ഇന്നലെയോ നാളെയോ പോവാൻ പോകുകയാണെന്ന് പറയുമ്പോൾ എത്രത്തോളം അപഹാസ്യമാണ് ഇവരുടെയൊക്കെ പ്രസ്താവനകളും ഇവരുടെയൊക്കെ കാഴ്ചപ്പാടും എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ മുഖ്യമന്ത്രിക്ക് പോലും നമ്മുടെ ഇവിടുത്തെ ചികിത്സാ വിധിയെ കുറിച്ചിട്ടും ചികിത്സാ രീതിയെ കുറിച്ചിട്ടും വിശ്വാസമില്ല. അദ്ദേഹം പോയി, അദ്ദേഹത്തെ ഞാൻ കൊണ്ടു ചെല്ലുന്ന ടിഷ്യൂ പേപ്പറിൽ ഒപ്പിടുമെന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്. ശിവശങ്കരനെ മോനെ പോലെ മടിയിലിരുത്തി താലോലിച്ചതാണ് ഈ മുഖ്യമന്ത്രി. ആ ശിവശങ്കരൻ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ, ജാമ്യത്തിന് വേണ്ടി കൊടുത്ത അഫിഡവിറ്റിൽ എന്താണ് പറഞ്ഞത്? കേരളത്തിലെ ചികിത്സയിൽ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലോ പോയി ചികിത്സ നേടണം, അതിനെനിക്ക് ജാമ്യം തരണം. ഇത് ഇവിടെ ഈ സാധാരണക്കാരായ ജനങ്ങൾ സർക്കാർ ഓഫീസിൽ പോകുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ ചികിത്സ ആസ്പത്രികൾ നവീകരിച്ചത് കൊണ്ടോ സ്കൂളുകൾ നവീകരിച്ചത് കൊണ്ടോ. ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് എന്താ? നവീകരിച്ച സ്കൂൾ കണ്ടിട്ട് അത് 5 നക്ഷത്ര ഹോട്ടലാണെന്ന് കരുതി അവിടെ ചെന്നിട്ട് ഒരു ചായയും വടയും ഓർഡർ ചെയ്തു എന്നൊക്കെ പറയുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പ്രകടനത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണ്, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുള്ളതാണ്. ആ വ്യക്തിയുടെ മറ്റൊരു അബദ്ധജടിലമായ കാഴ്ചപ്പാടായിരുന്നു പെയിന്റ് അടിച്ച കെട്ടിടങ്ങളാണ് ഒരു സ്കൂളിന്റെ നിലവാരത്തെ അളക്കുന്നത് എന്നൊരു ബോധത്തോടു കൂടി അദ്ദേഹം സംസാരിച്ചപ്പോ നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങേയറ്റം മനസ്സ് പൊട്ടി. കാരണം ഇവിടെ അപ്പുറത്തെ ഒരു വിദ്യാഭ്യാസ ഡയറക്ടറോ, എനിക്കിപ്പോ കൃത്യമായിട്ടുള്ള ഡിസിഗ്നേഷൻ ഞാൻ പറയുന്നില്ല, പേര് എഴുതാൻ അറിയാത്തവർക്ക് മാർക്ക് വാരിക്കോരി കൊടുത്തിട്ട്
എല്ലാ വിഷയങ്ങളിലും +1 മാർക്കാക്കി മാറ്റുന്ന ഒരു വ്യവസ്ഥിതിയാണ് കേരളത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ സ്ഥിതിവിശേഷം എങ്ങോട്ട് പോയി? 935 9335 എന്ന് പറയുന്നിടത്ത് 935 എന്നും ഇന്ത്യയിൽ നിന്നും 38 സ്റ്റേറ്റുകൾ ഉണ്ട് എന്നുള്ളതും അദ്ദേഹത്തിന് ചുറ്റും കൂടിയിരിക്കുന്നവരെ അത് 38 അല്ല 35 എന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ചാനൽ മൈക്കിന് മുമ്പിൽ പറഞ്ഞ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്ന് ആലോചിക്കണം. Wherever I am going, my home is my head. ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇംഗ്ലീഷ് ഡയലോഗാണ് സത്യാണ്. അനിൽ നമ്പ്യാർ ഇവിടുന്ന് ആഴ്ചയിലെ 7000 കുട്ടികള് മാസത്തിൽ 7000 കുട്ടികള് വിദേശ പഠനത്തിന് എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി വാചാലനായിക്കൊണ്ട് അതിനെ കുറിച്ചിട്ട് വിശദീകരിച്ച കാരണം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്ങനെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ശരിയാവുക? ഭരിക്കുന്നവർക്ക് അറിയണം. എന്തെങ്കിലും ഭരിക്കുന്നവർക്ക് അറിഞ്ഞില്ലെങ്കിൽ അത് അങ്ങേയറ്റം പരിതാപകരമാണ്. അച്യുതാനന്ദ മന്ത്രിസഭയിലെ മറ്റേ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ചിക്കൻ കുനിയെ പടർന്നു പിടിച്ചപ്പോ പാരസെറ്റമോൾ എന്തിനാണെന്ന് അറിയാത്ത ഞാനാണ് ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. എന്തൊരു നിസ്സഹായ അവസ്ഥയാണ്. പാർട്ടിക്ക് വേണ്ടിയിട്ട് അവര് ജാഥ നയിച്ചിട്ടുണ്ടായിരിക്കാം, അവര് പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ടായിരിക്കാം, അവരുടെ കുട്ടിക്കാലത്ത് അവർ പാർട്ടിയിൽ വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം. അതിന്റെ പേരിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞ വാക്കാണ് ഞാൻ ഈ പറയുന്നത്. അതായത് എനിക്കൊന്നും അറിയില്ല, പാരസെറ്റമോൾ പോലും എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ നിലയിലേക്ക് തന്നെയാണ്. ഒരു സെക്കൻഡ് കൂടി തരും. ഒരു ചാനൽ അവതാരികയെ പിടിച്ചിട്ട് ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ഏൽപ്പിച്ചതിന്റെ എല്ലാ ദൂഷ്യവശങ്ങളും നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നിൽ നിന്ന് ഒരു മാർക്കും ഈ സർക്കാരിനെ പ്രതീക്ഷിക്കേണ്ട ശ്രീ അനിൽ നമ്പ്യാർ.